പ്രൈസ് ദി ലോർഡ്. 56 സങ്കീർത്തനം 8 വാക്യം. നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മെ ഭാരപ്പെടുത്തുന്ന ഒരു വിഷയം, അത് എന്തു തന്നെയായാലും അതിൻ്റെ പിന്നിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. നമ്മുടെ കണ്ണുനീരിനെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയണം. അതെ, നമ്മുടെ കണ്ണുനീരിന് അത്രമാത്രം വില കൊടുക്കുന്ന ഒരു ദൈവം നമ്മുടെ ചാരയുണ്ട്. നാം കരഞ്ഞതൊന്നും കർത്താവ് മറന്നു പോയിട്ടില്ല. പ്രിയമുള്ളവരെ, തക്ക സമയത്ത് നമ്മെ ഉയർത്തുവാനായിട്ട് അവൻ നമ്മെ പൊതിഞ്ഞ് കാത്ത് സൂക്ഷിക്കുന്ന ഒരു ദൈവമാണ്. നിന്ദയും അപമാനവും രോഗവും വഞ്ചനയും കടഭാരങ്ങളും ഒക്കെ ഒരുപക്ഷെ പലപ്പോഴും നമ്മെ തളർത്തിയിട്ടുണ്ടാകും. എന്നാൽ ഇതൊന്നും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആകരുത്. മനുഷ്യന്റെ സ്നേഹമെന്ന് പറയുന്നത് അത് 6 അടി മണ്ണിൽ ഒതുങ്ങി തീരുന്നതാണ്. പക്ഷേ കർത്താവിൻ്റെ സ്നേഹം അതല്ല. അത് എന്നേക്കും നിലനിൽക്കുന്ന ഒരു സ്നേഹമാണെന്ന് തിരിച്ചറിയുവാൻ കഴിയുമ്പോൾ മാത്രമേ നാം കരഞ്ഞ കണ്ണുനീരിൻ്റെ വില എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അതെ, അവൻ നമ്മുടെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വയ്ക്കുന്ന ദൈവമാണ്. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യമെന്ന് പറയുന്നത് തന്നെ അത് അവൻ്റെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ മുൻപിൽ സാത്താൻ്റെ മുട്ടുവിറയ്ക്കുമെന്ന് നമുക്ക് വ്യക്തമായി അറിയാം. കണ്ണുനീരിൻ്റെ മുമ്പിൽ മനസ്സലിയുന്ന ഒരു ദൈവമാണ് പ്രിയമുള്ളവരെ നാം വിശ്വസിക്കുന്ന, നാം വിളിച്ചപേക്ഷിക്കുന്ന, നാം ആരാധിക്കുന്ന, നാം ആശ്രയിക്കുന്ന നമ്മുടെ സ്നേഹവാനായ ദൈവം. ഒരു പക്ഷേ നമ്മുടെ കണ്ണുനീരിനെ മറ്റുള്ളവർ ചിലപ്പോൾ വില കൽപ്പിച്ചെന്ന് വരികയില്ല. എന്നാൽ നമ്മുടെ ദൈവം അതിന് ഏറ്റവും വിലയാണ് കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഹൃദയം നുറുങ്ങി, ഹൃദയം തകർന്ന് നാം എപ്പോഴൊക്കെ ദൈവസന്നിധിയിൽ കരഞ്ഞിട്ടുണ്ടോ, തമ്പുരാൻ അതിന് മറുപടിയും നൽകിയിട്ടുണ്ട്. അവൻ നമ്മുടെ പ്രാർത്ഥനകളെ, നമ്മുടെ കണ്ണുനീരിനെ, നമ്മുടെ ഹൃദയം നുറുങ്ങിയ അവസ്ഥയെ നന്നായി അറിയുന്ന ഒരു ദൈവമാണ്. അവൻ നമുക്ക് മറുപടി നൽകുക തന്നെ ചെയ്യും. നമ്മുടെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം നമുക്ക് സന്തോഷത്തോടെ സമർപ്പിക്കാം. പുതിയ ദിവസം അനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയ ദിനം എല്ലാവർക്കും അനുഗ്രഹമുള്ള ഒരു ദിനമായി മാറട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.